മൗലവിന്റെ റിസൾട്ട് കേട്ടോളൂ നിങ്ങൾ. 75 നവോത്ഥാനത്തിന്റെ റിസൾട്ട്. വല്ലാത്തൊരു കാര്യത്തെ ഞാൻ പറ്റി പറയാം. പ്രവാചകന്മാരുടെ പ്രബോധനം ഖുർആനിലൂടെ വരച്ചു കാണിച്ച KCയുടെ പുസ്തകത്തിൽ ആ വിലാപം ഞാൻ വായിച്ചിട്ടുണ്ട്. ആ വിലാപം നമ്മൾ പ്രബോധനത്തിന്റെ ചരിത്രം പറയുന്ന പുസ്തകങ്ങളിൽ ആ വിലാപം നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ വിലാപം എന്ന് പറയുന്നത് ലോകത്തെവിടെയെങ്കിലും ഒരു പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചിട്ട് ആ പ്രവാചകനെ അറിയാത്ത ഒരു മനുഷ്യരും ആ നാട്ടിൽ, അതായത് ആ പ്രവാചകൻ അറിയാത്ത ഒരു മനുഷ്യരുണ്ടായിരുന്നില്ല ആ നാട്ടിൽ. ഒരു പ്രവാചകൻ വന്നാൽ ആ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയക്കാരുടെയും മുഴുവൻ മേലാളന്മാരുടെയും മുഴുവൻ പ്രമാണിമാരുടെയും മുഴുവൻ ചെറ്റക്കുടിലുള്ളവരുടെയും മുഴുവൻ രാജകൊട്ടാരത്തിലുള്ളവരുടെയും ചർച്ച ആ പ്രവാചകന്മാരെ കുറിച്ചായിരുന്നു. നമ്മളെ കുറിച്ച് ആർക്കറിയാം? ഇസ്ലാമിക സംഘടനകളെ കുറിച്ച് ആർക്കറിയാം? കേരളത്തിൽ പല സ്ഥലങ്ങളിലും ചെന്നാൽ ലക്ഷോപലക്ഷം വരുന്ന ആളുകൾക്ക് കേരളത്തിലെ ഒരു പക്ഷേ പബ്ലിസിറ്റി കൊണ്ട് ഒരു കാന്തപുരത്തെ അറിഞ്ഞേക്കാം, ഒരു പക്ഷേ പബ്ലിസിറ്റി കൊണ്ട് ഒരു കാന്തപുരത്തെ അറിഞ്ഞേക്കാം, ഒരു പക്ഷേ പബ്ലിസിറ്റി കൊണ്ട് ഒരു കാന്തപുരത്തെ അറിഞ്ഞേക്കാം, ഒരു പക്ഷേ പബ്ലിസിറ്റി കൊണ്ട് ഒരു കാന്തപുരത്തെ അറിഞ്ഞേക്കാം. അതെന്താ നിങ്ങള് പബ്ലിസിറ്റി അറിയുന്ന പണിയെടുക്കുമ്പോണ്ടാണ് ഒരു സംഗതിയാ പബ്ലിസിറ്റി. മുണ്ടാതിരുന്നാൽ ഉണ്ടാകാത്തൊരു സംഗതിയാണ് പബ്ലിസിറ്റി. മനസ്സിലായ നിങ്ങൾക്ക്? നിങ്ങള് പെരിയിൽ ഇങ്ങനെ കുത്തിരുന്നുകാണ്ട് മടവൂര് മുജാഹിദ് പറയുന്ന മാതിരി താപ്പാനാളായി ഇരുന്ന നിങ്ങൾക്ക് പബ്ലിസിറ്റി ഉണ്ടാവും. പുറത്തിറങ്ങി പണിയെടുക്കണം അരങ്ങൾക്ക്. എന്നിട്ട് രസം തരങ്ങൾക്ക് UAE-യിൽ നിന്ന് ഒരു അറബിനെ ചങ്ങരമുള്ള മുജാഹിദീങ്ങൾ എവിടെ കൊണ്ടുവന്നു? ചങ്ങരംകുളത്ത് കൊണ്ടുവന്നു. അങ്ങനെ മൂപ്പരിങ്ങനെ നോക്കിയപ്പോണ്ട് പിന്നെ കാറ്റത്തൊടിഞ്ഞ വായന്റെ മാതിരി തലയിലൊന്നും ഇല്ലാത്ത കുറെ കൗമ മുന്നില്. അപ്പൊ തന്നെ മൂപ്പർക്ക് ഒരു പന്തികേട് തോന്നിക്കണേ. ഉടനെ മൂപ്പര് ചോദിച്ചു, എവിടെ ഷെയ്ഖ് അബൂബക്കർ? കാന്തപുരം എവിടെ? എന്താ ചോദിക്കാൻ കാരണം എന്നറിയോ? കാന്തപുര കുറച്ച് കഴിഞ്ഞിട്ട് വന്നോളൊന്നും മൂപ്പർക്ക് കരുതാൻ കഴിയണില്ല. കാരണം കാന്തപുരമുള്ള സദസ്സിൽ മാപ്പിളാര് കൂടുതൽ ഇങ്ങനെയല്ല. അതിന്റെ ഒരു കോലം ചേലൊക്കെ ഉണ്ടോ? അപ്പൊ മൂപ്പരിങ്ങനെ നോക്കി കാന്തപുരത്തെ കാണാനല്ല. അവസാനം മൂപ്പര് പറഞ്ഞേ ഷെയ്ഖ് അബൂബക്കറിനോടത്ത് കൊണ്ടേക്കോളൂ, ഇല്ലെങ്കിൽ അപ്പം മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നുള്ളൂ. മൂപ്പര് അവസാനം എവിടുത്ത് കൊണ്ടുപോയി? കാരന്തൂർ മർക്കസ് കൊണ്ടേയാക്കി മൗലവിമാർ വേൻ തടി തപ്പി. പറയുന്നത് അലി മദനി കേട്ടോളി. UAE-യിൽ നിന്ന് വന്ന ചങ്ങരംകുളം സമ്മേളനത്തിൽ പങ്കെടുത്ത UAE-യിലെ പ്രതിനിധി ഷെയ്ഖ് അബൂബക്കറിനെ വേണമെന്ന് പറഞ്ഞത് അവസാനം കാരന്തൂരിലേക്ക് AP അബൂബക്കർ മുസ്ലിയാരുടെ അടുക്കലേക്ക് നിങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഈ UAE-യിൽ നിന്ന് വന്ന ചങ്ങരംകുളം സമ്മേളനത്തിൽ പങ്കെടുത്ത UAE-യിലെ പ്രതിനിധി ഷെയ്ഖ് അബൂബക്കറിനെ വേണമെന്ന് പറഞ്ഞത് അവസാനം കാരന്തൂരിലേക്ക് AP അബൂബക്കർ മുസ്ലിയാരുടെ അടുക്കലേക്ക് നിങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഈ UAE-യിൽ നിന്ന് വന്ന ചങ്ങരംകുളം സമ്മേളനത്തിൽ പങ്കെടുത്ത UAE-യിലെ പ്രതിനിധി ഷെയ്ഖ് അബൂബക്കറിനെ വേണമെന്ന് പറഞ്ഞത് അവസാനം കാരന്തൂരിലേക്ക് AP അബൂബക്കർ മുസ്ലിയാരുടെ അടുക്കലേക്ക് നിങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഈ അല്ല ഞങ്ങൾക്ക് അറിയാം, ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞ കേസല്ല. പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാ, ലോകതലത്തിലെ ഇസ്ലാമിക ചലനങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടാൻ കഴിയുന്ന ഇന്ത്യയിലെ ഏക മുസ്ലിം പണ്ഡിത പ്രതിഭയാണ് ശൈഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ കടന്നുപോയ മുസ്ലിം പണ്ഡിതന്മാർ അതാതു കാലഘട്ടങ്ങളിൽ നടത്തിയ ഇസ്ലാമിക നവോത്ഥാനം അത് KM മൗലവി 921 കൊണ്ടുവന്നതല്ല. തൊട്ടുകൂടായ്മയുടെയും തീടുകൂടായ്മയുടെയും തീരാ ദുരന്തങ്ങളിലേക്ക് നവോത്ഥാനത്തിന്റെ തുരുത്തുമായി കടന്നു വന്ന സ്വഹാബ, ആ സ്വഹാബയുടെ പിന്തലമുറക്കാരായി കേരളത്തിന്റെ മണ്ണിൽ വൈജ്ഞാനിക വിപ്ലവത്തിന്റെ പ്രഭാകിരണങ്ങൾ പ്രപഞ്ചത്തിന്റെ പതലങ്ങളിലേക്ക് കൈമാറിയ മഖ്ദൂമുമാർ, ആ മഖ്ദൂമുമാരുടെ പിന്തലമുറക്കാരായി നികുതി നിഷേധ പ്രസ്ഥാനത്തിലൂടെ തീത്തുക്കുന്ന ബ്രിട്ടീഷുകാരെ കൊണ്ട് റാവരപ്പിച്ച് താത്താടിയും തസ്ബീഹുമാലയും കുത്തുബിയത്തും അദ്ദാദും റാത്തീവും ഉൾപ്പെടെയുള്ള ആത്മീയ മൂല്യങ്ങളെ നെഞ്ചിലേറ്റുകയും സാമൂഹിക പോരാട്ടത്തിന്റെ സമര പോരാട്ടങ്ങളെ ആളിക്കത്തിച്ച വെളിയങ്കോട് വർക്കാളിയും മമ്പുറന്തങ്ങളും വാരിയങ്കുന്നനും ആലി മുസ്ലിയാരും ഉൾപ്പെടെയുള്ള നവോത്ഥാന നായകന്മാർ, ആ നവോത്ഥാന നായകന്മാരുടെ നവോത്ഥാന സംരംഭങ്ങൾക്ക് സംഘടിതമായ നിറച്ചാർത്തു പകർന്ന വരക്കൽ മുല്ലക്കോയത്തങ്ങൾ, ആ വരക്കൽ മുല്ലക്കോയത്തങ്ങളിലൂടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും മതപ്രവർത്തനങ്ങളുമായി കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയ സമസ്തയുടെ ആലിമീങ്ങൾ അതാതു കാലഘട്ടങ്ങളിൽ അനിവാര്യമായ
നവോത്ഥാന സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തെങ്കിൽ സമൂഹം വളരെയധികം വികാസം പ്രാപിച്ച ആധുനിക കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കണം ഇസ്ലാമിന്റെ നവോത്ഥാനമെന്ന് വ്യക്തമായി നിർവചിക്കുവാനും നിലപാടെടുക്കുവാനും ആ നിലപാടിലേക്ക് ലോക മുസ്ലിങ്ങളുടെ ശ്രദ്ധയെ വഴിതിരിച്ചുവിടാനും കഴിഞ്ഞ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമയുടെ കാര്യദർശി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ആത്മീയതയുറ്റു നിൽക്കുന്ന നവോത്ഥാനങ്ങളിലേക്ക് ഈ രാജ്യത്ത് തെറ്റിദ്ധരിച്ചുപോയ മുജാഹിദ് സുഹൃത്തുക്കളെ സ്നേഹപൂർവ്വം ഞങ്ങൾ ക്ഷണിക്കുകയാണ്.